Dear students, this is Arts Tech Tutorials, Spectrum, Literature and Contemporary Issues, 4th semester, Calicut University. Today we can move on to a new poem called Death Fugue, authored by Paul Celan. Let's move on to a profile picture of Paul Celan. Paul Celan, whose original name or the first name was Paul Anchel. He was born in Romania to a German-speaking Jewish family on 23 November 1920. His father was a Zionist, mother was a German. ജർമ്മൻ സംസാരിക്കുന്ന ഒരു ഫാമിലിയിൽ 1920 നവംബർ 23 ഇദ്ദേഹം ജനിക്കുന്നത്. ബർത്ത് നേഷൻ റൊമാനിയാണ്. ആൻഡ് ഹിസ് ഫാദർ വാസ് എ സയനിസ്റ്റ്. എന്താണ് ഈ സയനിസം? Zionism means it's a movement for the development and protection of a Jewish nation in what is now Israel. Zionism എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. അത് ജൂതന്മാരുടെ അവരുടെ വിവിധ ദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തെ പല പ്രദേശങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന ജൂതന്മാരെ ഒരുമിപ്പിക്കുവാനും അവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു നേഷൻ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന ഒരു നേഷൻ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വരുത്തുവാനുള്ള ഒരു പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ പുരോഗതിക്കും അവരുടെ പ്രൊട്ടക്ഷനും വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സയനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സയനിസം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പോൾ സിലാൻ്റെ ഫാദർ. ആൻഡ് ഹിസ് മദർ വാസ് എ ജർമ്മൻ. മാതാവ് ഒരു ജർമ്മൻ വനിതയുമായിരുന്നു. Paul Celan, he went to Paris to study medicine in 1938. പോൾ സിലാൻ ജനിക്കുന്നത് പറഞ്ഞു 1920 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം പലതരത്തിലുള്ള ഇഷ്യൂസ്, ജർമ്മൻ അല്ലെങ്കിൽ ജൂത വിരുദ്ധപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഒരു വളർച്ചയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. അപ്പോൾ ആ സമയത്തൊക്കെ ജനിച്ചവർ ഒരു സത്യത്തിൽ ഒരു പരിധിവരെയും പ്രത്യേകിച്ച് ഈ പറയുന്ന ജർമ്മൻ, പോളണ്ട്, റൊമാനിയ ഈ പ്രദേശങ്ങളിൽ ജനിച്ച പ്രത്യേകിച്ച് ജൂത ഫാമിലിയിൽ ആണ് ജനിച്ചതെങ്കിൽ ഒരു വലിയൊരു ശതമാനം വരെയും അതൊരു വിഷമകരവും അതുപോലെ തന്നെ ഒരു നിർഭാഗ്യവും ഒക്കെ ആയിരുന്നു. ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ജൂതവിരുദ്ധ തീരുമാനങ്ങളുടെ ഫലമായിട്ട് ഹോളോകാസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടക്കൊലയൊക്കെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയമാണ് ഈ പറയുന്ന 1930s ശേഷം 1940s. സോ ആ സമയത്ത് ജനിച്ച ജൂതന്മാരുടെ ജീവിതവും അവരുടെ പഠനവും ഒക്കെയും അല്ലെങ്കിൽ അവരുടെ വളർച്ചയും ഒക്കെ വളരെ ദുരിതപൂർണമായിരുന്നു. സോ അതും കൂടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോൾ സിലാൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ ജീവിതം പഠിക്കേണ്ടത്. സോ ഹി വെൻറ്റ് ടു പാരീസ് ടു സ്റ്റഡി മെഡിസിൻ 1938. പാരീസിലേക്ക് അദ്ദേഹം മെഡിസിൻ പഠിക്കാനായിട്ട് പോയി. ബട്ട് ഹി കുഡിൻ കംപ്ലീറ്റ് ഇറ്റ് ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. രാഷ്ട്രീയ സാഹചര്യം അപ്പോൾ മറിയുകയാണ്. നമുക്കറിയാം നെക്സ്റ്റ് ഇയർ വേൾഡ് വാർ 2 1939 ബ്രേക്കൗട്ട് ആവുകയാണ്. സോ ഹി റിട്ടേൺ ടു ഹിസ് നേറ്റീവ് പ്ലേസ് ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ. അതായത് അദ്ദേഹം 1938 പോയി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് റൊമാനിയയിലേക്ക് തൻ്റെ രാജ്യത്തിലേക്ക് വരേണ്ടി വന്നു. Then his parents, relatives and friends were sent to a Nazi concentration camp. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദുരിതപൂർണമായിരുന്നു ഈ ജൂതന്മാരുടെ ഒക്കെയും ജീവിതം. അവർക്ക് പോൾ സിലാന് തൻ്റെ പാരൻസിന്, തൻ്റെ മാതാപിതാക്കൾക്ക്, റിലേറ്റീവ്സ്, ബന്ധുക്കൾ, മറ്റു സുഹൃത്തുക്കൾ, നൈബേഴ്സ് എല്ലാവർക്കും ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നു. അതായത് ഈ പറയുന്ന തടങ്കൽ പാളയങ്ങൾ, അതായത് ഔഷ്വിറ്റ്സ്, ബെർജൻ ബെൽസൺ എന്ന് പറയുന്ന നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഇവരെ യുദ്ധ തടവുകാരെ പോലെ അവിടേക്ക് കൊണ്ടുവിടുകയും അവിടെ അവർ മാസങ്ങളോളം, ഒരു പക്ഷേ വർഷങ്ങളോളം കിടക്കുകയും അവിടെ ഒന്നുകിൽ അവർ അവിടെ
കൊലപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ പിടിച്ച് എന്താ പറയുക എപ്പിഡമിക്കൊക്കെ പിടിച്ചുകൊണ്ട് മരണത്തിന് അവർ വീണുകൊടുക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സമയമായിരുന്നു. സോ അതിൽ നമ്മുടെ ഫാദർ, അതായത് പോൾ സിലാൻറ്റെ, ഹിസ് ഫാദർ മോസ്റ്റ് ലൈക്ലി ഡൈഡ് ഓഫ് ടൈഫസ് ആൻഡ് ഹിസ് മദർ വാസ് ഷോട്ട് ആഫ്റ്റർ ബീങ് അൺഏബിൾ ടു വർക്ക്. അപ്പോൾ അവിടെയുള്ളവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരുന്നു. ആ സമയത്ത് ഒരു എപ്പിഡമിക് ഡിസീസ് ടൈഫസ് അവിടെ എല്ലാം പുറപ്പെട്ടിരുന്നു. അതിൽ ഇദ്ദേഹത്തിൻ്റെ പോൾ സിലാൻ്റെ ഫാദറും ആ ടൈഫസ് പിടിപെട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഹിസ് മദറിന് അവിടെ വളരെയധികം ദുഷ്കരമായ ഒരു ജീവിതമാണ് അവിടെയുള്ള എല്ലാവർക്കും വിധിച്ചിരുന്നത്. ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ദേ വെർ treated as laborers and they were forced to do hard and difficult jobs from morning till midnight. അതായത് രാവിലെ മുതൽ രാത്രി വരെയും അവർ കഠിനമേറിയ അധ്വാനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. കാഠിന്യമേറിയ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെ പോൾ സിലാൻ്റെ മാതാവിന് ജോലി ചെയ്യാൻ സാധിക്കാതെ അത്രയും ക്ഷീണിതയായപ്പോൾ അവളെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായെന്നാണ് ചരിത്രം പറയുന്നത്. ആഫ്റ്റർ ദ വോർ പോൾ സിലാൻ സെറ്റിൽഡ് ഇൻ പാരീസ്. എന്നിട്ട് ഈ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം പോൾ സിലാൻ പാരീസിൽ സെറ്റിൽ ചെയ്തിരുന്നു. നെക്സ്റ്റ് പോൾ സിലാൻ വർക്ക്സ് നമുക്കൊന്ന് നോക്കാം. ഹിസ് വർക്ക്സ് കളക്ഷൻ ഓഫ് പോയംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാൻഡ് ഫ്രം ദ ഏൺസ്, പോപ്പി ആൻഡ് മെമ്മറി, ഫ്രം ത്രഷ് ഹോൾഡ് ടു ത്രഷ് ഹോൾഡ്, സ്പീച്ച് ഗ്രിലെ, ദ നോ വൺസ് റോസ്, ബ്രത്ത് ടേൺ. സോ ദീസ് ആർ സം ഓഫ് ഹിസ് വർക്ക്സ്. പോൾ സിലാൻ്റെ വർക്ക്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ അദ്ദേഹത്തിൻ്റെ എൻഡ് വളരെ ദുരിതമായിരുന്നു, അല്ലെങ്കിൽ നിർഭാഗ്യമായിരുന്നു. പോൾ സിലാൻ വാസ് സഫറിങ് ഫ്രം ഡിപ്രഷൻ ഫോർ എ ലോങ് ടൈം ആൻഡ് കമ്മിറ്റഡ് സ്യൂസൈഡ് ബൈ ഡ്രൗണിങ് ഇൻ ദ സീൻ റിവർ ഇൻ 1970. സോ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച പോൾ സിലാൻ ഡിപ്രഷൻ എന്ന ആ ഒരു മാനസിക രോഗത്തിന് അടിമയായിരുന്നു. അപ്പോൾ ആ ഡിപ്രഷൻ കാരണം അദ്ദേഹം ഒത്തിരി വർഷങ്ങൾ വളരെയധികം വേദനിച്ചിരുന്നു, മാനസികമായിട്ട് അദ്ദേഹം വേദനിച്ചിരുന്നു. അതിൻ്റെ എല്ലാം ഒരു പീക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം 1970 ഫ്രാൻസിലെ സീൻ റിവറിൽ ചാടി അവിടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം അവിടെ മുങ്ങി മരിക്കുകയാണ്. സോ ക്വയറ്റ് ആൻഡ് അൺഫോർച്ചുനേറ്റ് ഡെത്ത്. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ഡെത്ത് ഫ്യൂഗ് ഓഫ് ഡെത്ത്, ദ പോം. സോ ദിസ് ഇസ് ദ poem's title, Death Fugue or Fugue of Death. Holocaust, literary meaning sacrifice by fire, is one of the most depressing events in world history. സോ നമുക്കറിയാം ഹോളോകോസ്റ്റ് എന്ന ഈ ഒരു പദം ചരിത്രമൊക്കെ പഠിച്ചവർക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊല അല്ലെങ്കിൽ വംശഹത്യ എന്നൊക്കെ പറയാൻ സാധിക്കും. വലിയൊരു വംശത്തെ, വലിയൊരു കമ്മ്യൂണിറ്റിയെ നമ്മൾ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് ഹോളോകോസ്റ്റ് എന്ന് പറയുക, കൂട്ടക്കൊല. ആൻഡ് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്, അതിൻ്റെ ഒരു കറക്റ്റ് മീനിങ് പറയാൻ പറ്റുക സാക്രിഫൈസ് ബൈ ഫയർ. ഇപ്പോൾ തീ കൊണ്ടുള്ള ബലി എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. സോ അത് ലോകത്തിൽ തന്നെ, ലോക സംഭവങ്ങളിൽ തന്നെ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും വിഷമിപ്പിക്കുന്ന, ഏറ്റവും ദുരിതപൂർണമായ ഒരു സംഭവങ്ങളൊന്നാണ്. ആൻഡ് ഇൻ ഹീബ്രു അതിനെ വിളിക്കുന്ന ഷ്വാ എന്നാണ്. ഷ്വാ ഇറ്റ്സ് ആക്ച്വലി എ സിസ്റ്റമാറ്റിക് ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് സ്പോൺസേർഡ് പെർസിക്യൂഷൻ ആൻഡ് മർഡർ ഓഫ് 6 million Jews ബൈ നാറ്റ്സി റെജീം. സോ നാറ്റ്സി മിലിറ്ററി പീപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ പിന്തുണയോടെ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹം ഭരിച്ചിരുന്ന ആ സ്റ്റേറ്റിൻ്റെ പൂർണ്ണ പിന്തുണയോടെ സ്പോൺസേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ബ്യൂറോക്രാറ്റിക്, അതായത് നയതന്ത്ര ലെവലിൽ, അതുപോലെ തന്നെ ഏറ്റവും ചിട്ടയായിട്ട്, ഏറ്റവും എന്താ പറയുക ക്രമമായിട്ട് ജൂതന്മാരെ അല്ലെങ്കിൽ ഓരോരുത്തരെ ജിപ്സീസ് പറയുന്നുണ്ട്, അവരെല്ലാം വളരെ കൃത്യമായിട്ട് ചിട്ടയോടെ തിരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്ത് ഏതാണ്ട് 6 മില്യൺ ജൂതന്മാരെ കൊന്നൊടുക്കിയ ഒരു പ്രോസസ്സാണ് ഷ്വാ അല്ലെങ്കിൽ ഹോളോകാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ചരിത്രത്തിൽ. ഹി ടാർഗറ്റഡ്, അല്ലെങ്കിൽ നാറ്റ്സി people targeted Jews, Gypsies, Slavics, the physically disabled, the homosexuals and the communists. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത അല്ലെങ്കിൽ തിരഞ്ഞു പിടിച്ച വ്യക്തികൾ ജൂതന്മാരോടൊപ്പം ജിപ്സി പീപ്പിളിനെ, സ്ലാവിക് പീപ്പിളിനെ, അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ്, ഇവരെയൊക്കെയാണ് തിരഞ്ഞു പിടിക്കുകയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ലോകത്ത് നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചത്. ആൻഡ് ഡെത്ത് ഫ്യൂഗ്, ദ പോം,
the poem is a cruel reminder of the past. Next, Death Fugue. ജസ്റ്റ് നമുക്ക് ആ ഡെത്ത് ഫ്യൂഗിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇത് 1-2 സ്ലൈഡിൽ നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഈ ഒരു സ്ലൈഡിൽ പോയം, നമ്മുടെ ഈ പഠിക്കാൻ പോകുന്ന പോയത്തെക്കുറിച്ച് ചില പോയിൻറ്റ്സ്. The poem originally written in Romanian in 1944. 1944 റൊമാനിയൻ ലാംഗ്വേജിലാണ് ആദ്യമായിട്ട് ഇത് എഴുതുന്നത്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഹോളോകാസ്റ്റ് പോയട്രി. ഹോളോകാസ്റ്റ് എന്ന ആ ഒരു പദത്തിന് കീഴിൽ ഒത്തിരി ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ സാഹിത്യങ്ങൾ വന്നിട്ടുണ്ട്. കഥയും നോവലും കവിതകളും ഒത്തിരി എഴുത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളാണ് ഈ ഡെത്ത് ഫ്യൂഗ് എന്ന ഈ പോം. ദ പോം റോട്ട് and the poem based on Paul Celan's own experiences, which means he wrote the poem based on his own experiences. അദ്ദേഹത്തിൻ്റെ സ്വന്തം, നമ്മുടെ പോയറ്റായ പോൾ സിലാൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇവയെല്ലാം ഈ പോയത്തിലൂടെ എഴുതി വച്ചേക്കുന്നത്. താൻ നാട്സി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അനുഭവിച്ചതും തൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവിടെ അദ്ദേഹം കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. ഹി ഡിസ്ക്രൈബ്സ് ദ ഡെഡനിങ് endlessly repetitive nature of life in concentration camps. അപ്പോൾ ഏറ്റവും ക്രൂരവും ഭീതിജനകവുമായ, അതുപോലെ തന്നെ ആവർത്തനം, എല്ലാ ദിവസവും ഒരേ ജോലി, ഒരേ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് വിരസത ഏറിയതായിരുന്നു, മടുപ്പിക്കുന്നതും മുഷിപ്പിക്കുന്നതുമായ ജോലികൾ. ആ ഒരു ലൈഫായിരുന്നു, അങ്ങനെ ഒരു ജീവിത സാഹചര്യമായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്നത്. അതെന്താണെന്ന് നമുക്ക് പോയം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം തൻ്റെ പോയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ദേ ആർ ഫോഴ്സ്ഡ് ടു ഡിഗ് ദെയർ ഓൺ ഗ്രേവ്സ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ദ എൻഡ്. ദ ഇൻമേറ്റ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അന്തേവാസികൾ അല്ലെങ്കിൽ തടവറയിൽ പിടിക്കപ്പെട്ട പ്രിസണേഴ്സ്, they were forced, വളരെയധികം അവർ നിർബന്ധിതരായിരുന്നു. സ്വന്തം ഗ്രേവ്സ് മീൻസ് ശവക്കുഴി, സ്വന്തം ശവക്കുഴി നിർമ്മിക്കുവാൻ, സ്വന്തം ശവക്കുഴി കുഴിക്കുവാൻ അവർ നിർബന്ധിതരായി. ആ ശവക്കുഴികളിൽ അവർ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത നാളുകളിലോ അവർ തന്നെ എന്ത് ചെയ്യാണ്, കൊല ചെയ്യപ്പെട്ട ശേഷം അവിടെ അവരെ കുഴിച്ചുമൂടുകയാണ് ചെയ്തത്. സോ സ്വന്തം ശവക്കുഴികൾ നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ കുഴിക്കുവാൻ വിധിക്കപ്പെട്ട വലിയൊരു ജനത ആയിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിൽ അല്ലെങ്കിൽ പ്രിസണേഴ്സായിട്ട് കഴിഞ്ഞിരുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഡെത്ത് ഫ്യൂഗ് എന്ന പോയത്തിലൂടെ പോൾ സിലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഹിയർ ഐ വുഡ് ലൈക്ക് ടു സ്റ്റോപ്പ്. സോ ദിസ് ഇസ് ജസ്റ്റ് വി ഡിസ്കസ്ഡ് ഓഫ് regarding Death Fugue's author, Paul Celan's profile picture, and a few points regarding the poem Death Fugue. So in the next session, we can move on to the poem and we can complete the poem in the next session itself. Okay, bye.